ഹലോ, നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റ്. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ എൻ്റെ സംശയങ്ങൾ മാത്രമാണ്. ഞാൻ ആരിനെയും കുറിച്ചല്ല, പാർട്ടിയല്ല, ഒന്നുമല്ല. എൻ്റേതായിട്ടുള്ള അനുഭവങ്ങളും ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെയും ഒരഭിപ്രായം. ഇത് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിച്ചു തരണേ, എൻ്റെ സംശയങ്ങൾ തീരാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്തിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിലും പറയുന്നുണ്ട്, ഈ ഭക്ഷണമില്ലാതെ നാടുകളിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും മരുന്നിനും വഴിയില്ലാതെ ജീവിക്കുന്നവിടെ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? പിന്നെ നമ്മളുടെ നാട്ടിൽ ഈ 3 വയസ്സ് 6 വയസ്സ് 10 വയസ്സ് ഉള്ള പെൺകുട്ടികളെ, ഇപ്പോൾ പാലക്കാട് വാളയാറ് തന്നെ 2 പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയത്. ഒരുപാട് കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ ആ ലൈംഗിക അവയവം വരെ ഒന്നും ആയിട്ടില്ലാത്ത പ്രായത്തിൽ അവരെ പീഡിപ്പിച്ച് കൊല്ലുന്നു. അത് ഈ ദൈവം എന്ന് പറയുന്ന ഈ ശക്തി കാണുന്നില്ലേ? എൻ്റെ ചോദ്യം അതാണ്. കൊന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോലീസും പിടിച്ച് പിന്നെ കോടതിയിൽ പോയി അവന് ഒരു 10-20 കൊല്ലം കോർട്ടിൽ ജയിലിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ നീതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റിയിട്ട് അവനെ വിടുന്നതിൽ ദൈവം, ഈ അനീതിക്ക് എന്തുകൊണ്ട് ദൈവം കാണുന്നില്ല? അതൊന്ന്. രണ്ടാമത്, ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസയായാലും സ്വത്തായാലും പണമായാലും പറ്റിച്ചിട്ട്, അതായത് നല്ല മനുഷ്യരുടെ കയ്യിലുള്ളതിനെ മുഴുവൻ വാങ്ങി പിടുങ്ങി എടുത്തിട്ട് പറ്റിക്കുന്ന ചില ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവർ ഈ പറ്റിക്കുന്നവരെ എന്താ ദൈവം കാണുന്നില്ലേ? ദൈവത്തിന് അറിയില്ലേ ഇത് നടക്കുന്നത് ഈ ഭാഗം സത്യമാണ്, ഈ ഭാഗം അധർമ്മമാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ? അതൊന്ന്. പിന്നൊന്ന്, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കിയ ഒരച്ഛനും അമ്മയെയും ഇന്നത്തെ കാലത്ത് 99% അനാഥാലയത്തിൽ കൊണ്ടാക്കുന്ന മക്കൾക്ക് എന്തുകൊണ്ടാണ് ദൈവം ശിക്ഷിക്കാത്തത്? ആ അപ്പനും അമ്മൻ്റെ കണ്ണീരെന്തുകൊണ്ട് ദൈവം കാണാത്തത്? അത്. പിന്നൊന്ന്, ഒരുപാട് ഭാര്യമാർ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവിനെ ഭാര്യയെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും കൊല്ലുന്നു, അച്ഛനും അമ്മനെ മക്കൾ കൊല്ലുന്നു. ഇതെല്ലാം, ഈ അനീതിയെല്ലാം നടക്കുന്ന ഈ ലോകത്ത് എന്തുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തി പ്രവർത്തിക്കാത്തത്? ഇടയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഒരു മുസ്ലിം കുട്ടിൻ്റെ ഒരു വോയിസുകളുണ്ടായിരുന്നു, ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ കൊല്ലരുത്, എന്നെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഈ പീഡിപ്പിച്ചിട്ട് 6 വയസ്സായ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന് ചാക്കിൽ കെട്ടി ഡിച്ചിൽ കൊണ്ട് വലിച്ചെറിയുമ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ശക്തി എവിടെയാണ്? ഈ എല്ലാ മതക്കാരും പറയുന്നു ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട്, നിങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് ഈ 3 വഴിക്കാരും പറയുമ്പോൾ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരമ്പലത്തിൽ വെച്ചാണല്ലോ ആ ഒരു കുട്ടിനെ പീഡിപ്പിച്ച് കൊന്നത്. അതിലൊരു പോലീസുകാരനും കൂടി ഉണ്ടായിരുന്നല്ലോ. ഈ അതായത് ദൈവത്തിന് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട, ദൈവത്തിന് നമ്മളെ പോലെയുള്ള കണ്ണല്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ കാണാനുള്ള ശക്തി ദൈവത്തിനുണ്ടെങ്കിൽ ഒരു മറവിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ ശക്തിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കാത്തത്? പിന്നെ അമ്പലങ്ങളിൽ, പള്ളികളിൽ, 2 പള്ളികളിലും അമ്പലങ്ങളിൽ നിന്നും മോഷണം പോകുന്നു. ഇത് ഈ പാവപ്പെട്ടവർ കൊണ്ടിടുന്ന പൈസ ഒരു കള്ളം വന്ന് കട്ടുകൊണ്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ദൈവം അത് കാണിച്ചു കൊടുക്കുന്നില്ല ജനങ്ങൾക്ക്? ആ സമയത്ത് പിടിക്കാനുള്ള തെളിവ് എന്താ കാണിച്ചു കൊടുക്കാത്തത്?
പിന്നെ എല്ലാവരും ദൈവം പിന്നെ ശിക്ഷിക്കും എന്ന് പറയുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും എന്നെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചനയിൽ വഞ്ചിച്ച വ്യക്തിക്ക് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുന്നു ആണെങ്കിൽ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടൊരു ശിക്ഷ കിട്ടിയിട്ട് എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ ദൈവമുണ്ട്, എപ്പോഴെങ്കിലും ശിക്ഷിക്കുമെന്ന്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് വായിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിൽ എനിക്ക് വല്ല കാര്യം ഉണ്ടാവുമോ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട്? അതാണ് ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ. അതുകൊണ്ടാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, മറ്റുള്ള മതക്കാരിന് ഒരു സമയം അവർക്ക് വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഒരു സഭ വെച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ഒരു ഇത്. ഹിന്ദുക്കൾക്ക് എന്ന് പറയാൻ ദിവസങ്ങളില്ല. എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് എൻ്റെ സംശയങ്ങളാണ്. കാരണം ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇന്നും എനിക്കൊരു അഭിവൃദ്ധി ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാനാണെങ്കിൽ ആരെയും കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്നില്ല. എന്നെ വേദനിപ്പിക്കുകയല്ലാതെ ഞാൻ ആരിനെയും വേദനിപ്പിക്കാൻ പോകുന്നില്ല. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ കൊടുത്തവർ പോലും, അതായത് തരാ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പോണവർ പോലും എനിക്ക് തിരിച്ച് തരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ദൈവമുണ്ടെങ്കിൽ അത് അധർമ്മം നടക്കുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട് അധർമ്മം ചെയ്യുന്നവരെ കൊല്ലാൻ വേണ്ടി അവരെ ആരും അറിയാതെ തീർക്കണം ആ കാര്യങ്ങൾ. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ എൻ്റെ അനുഭവത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ട് പോലീസ് പിടിക്കുന്നു, അന്വേഷിക്കുന്നു, ചിലവർക്ക് ശിക്ഷ കിട്ടുന്നു, ചിലവർക്ക് ശിക്ഷ കിട്ടുന്നില്ല. കോർട്ടിൽ പോയി പറഞ്ഞാൽ കോർട്ടുകാർ പകുതി മുക്കാലും വെറുതെ വിടുന്നു. ഏതെങ്കിലും ഒന്നിൽ ശിക്ഷിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ശിക്ഷയൊട്ട് നടപ്പാക്കുന്നുമില്ല. തൂക്കിക്കൊല്ലണം പറഞ്ഞാൽ തൂക്കിക്കൊല്ലണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലണം എന്നാണ് വിധിയെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും പൈസ സമ്പാദിച്ച് ഗൾഫ് നാട്ടിലിരിക്കുന്ന മക്കൾ, പാവപ്പെട്ട അച്ഛനും അമ്മയും അസുഖം വന്നിട്ടും ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് അവർ നാട്ടിലിരിക്കുന്നുണ്ട്. എത്രയോ ജനങ്ങൾക്ക് മാറാരോഗങ്ങൾ, ക്യാൻസർ, കിഡ്നി പ്രോബ്ലം, ലിവർ മാറ്റി വെക്കൽ, അതുപോലെ തന്നെയാണ് മരണങ്ങൾ. എത്രയോ ചെറുപ്പക്കാർ, കുട്ടികൾ വണ്ടി വാങ്ങിയിട്ടാണെങ്കിൽ ആക്സിഡൻ്റ്. അതെല്ലാം ശ്രദ്ധക്കുറവായിരിക്കാം എന്ന് ശ്രദ്ധക്കുറവാണ്, ഓക്കെ. എന്നാലും എത്രയോ മനുഷ്യർ ഒന്നും അറിയാത്ത സമയത്ത് പെട്ടെന്ന് മരിച്ചു പോകുന്നു. അതിനെന്താണ് കാരണം? ഇതിനൊന്നും എനിക്ക് മറുപടിയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും എനിക്ക് ദൈവം തീർത്തു തരും എന്നല്ലെങ്കിൽ നാളെ തീർത്തു തരും എന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് വയസ്സ് 60 ആകാൻ പോണു. ഈ വയസ്സിൽ പോലും ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനിയും നാളെ ഒരു 10 രൂപ കിട്ടുമ്പോൾ ആർക്കെങ്കിലും സഹായമാവുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വരെ തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം അതൊന്നും കാണാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ. ശരിയാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ആരും കുറ്റപ്പെടുത്തണ്ട, ശരിയാണ് ആ മനുഷ്യൻ പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അത് ഈ ഉള്ളവരും ഇല്ലാത്തവരും ഈ പാവപ്പെട്ട റോട്ടരികിൽ ഇരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പട്ടിണി മാറുന്നത്.
അതുപോലെ അച്ഛനെയും അമ്മനെയും ഉപേക്ഷിക്കുന്നത് അവർക്ക് ഈ അനാഥ ചാരിറ്റി ഇത് നടത്തണ്ടല്ലോ, അനാഥാശ്രമം നടത്തുന്നുണ്ടല്ലോ. ഈ അനാഥകളെ സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്നവർ എവിടെ പോകും? അപ്പോൾ ഈ അച്ഛനും അമ്മനെയും ഉപേക്ഷിക്കുന്ന മക്കൾക്ക് എന്തുകൊണ്ടാണ് ശിക്ഷയില്ലാത്തത്, ഇല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാത്തത്? ഈ അച്ഛനും അമ്മൻ്റെ സ്വത്ത് തട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് മക്കളെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷേ ഇതിനൊന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കണം. ഓക്കെ, ബൈ.